ഓക്കെ, ഡൈനാമിക് ഫോർമുല ഇതുവരെ നമ്മൾ പൈലിൽ ചെയ്തതെന്ന് വെച്ചാൽ പൈലിൻ്റെ അടിയിലുള്ള സോയിലിനെ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ആ സോയിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെയറിങ്ങും ഫ്രിക്ഷണൽ ബെയറിങ്ങും അല്ലെങ്കിൽ എൻ ബെയറിങ്ങും ഫ്രിക്ഷണൽ ബെയറിങ്ങിൻ്റെയും നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആ സോയിലിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ പൈലിന് എത്രത്തോളം ആ സോയിൽ റെസിസ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ പൈലിനെ റെസിസ്റ്റ് ചെയ്യുന്ന അത്രയും ലോഡ് മേളിൽ നിന്ന് പൈലിൻ്റെ മേളിൽ ആക്ട് ചെയ്യുന്ന ലോഡും അത് റെസിസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്റി ഓഫ് പൈൽ കണ്ടുപിടിച്ചത്. ഇനിയിപ്പം ഡൈനാമിക് ഫോർമുല എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ബേസിക്കലി ഡൈനാമിക് ഫോർമുല ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് നമ്മളൊരു പൈലിനെ നമ്മൾ മണ്ണിൻ്റെ അകത്തോട് അടിച്ച് കയറ്റുമല്ലോ. അപ്പോൾ ആ അടിച്ച് കയറ്റുന്ന സമയത്ത് എത്രത്തോളം എനർജി ഉപയോഗിച്ചാണ് നമ്മൾ അടിച്ച് കയറ്റുന്നത്, അതായത് ആ പൈല് മണ്ണിൻ്റെ അകത്തോട്ട് ഇറങ്ങിപ്പോകണമെങ്കിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് അതിൻ്റെ മുകളിലിടണോ, ആ എത്രത്തോളം എഫേർട്ട് ഇടണോ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ പൈൽ എത്രത്തോളം ലോഡ് താങ്ങും. അതായത് പുതിയൊരു ലോഡ് ആ പറയുന്ന സോയിലിനകത്തോട്ട് വരുന്ന സമയത്ത് ആ സോയിൽ എത്രത്തോളം ആ പൈൽ തിരിച്ച് ഒപ്പോസ് ചെയ്യുന്നു അതായിരിക്കും ആ സോയിലിൻ്റെ ബെയറിങ് കപ്പാസിറ്റി. അപ്പം ഒരു പൈൽ അതിനകത്തോട്ട് എത്രത്തോളം ഫോഴ്സ് വെച്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു ആ ഫോഴ്സിന് പ്രൊപ്പോർഷനായിട്ടുള്ളത് ആ പൈലിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ആ സോയിൽ ത്രൂ. ബിക്കോസ് ഈ പൈൽ നമ്മൾ അകത്തോട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു സോയിൽ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. അതേ ആ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസിനെ നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ ആ പൈൽ എത്രത്തോളം ഈ സോയിൽ ആ പൈലിന് എത്രത്തോളം ബെയർ ചെയ്യുന്നു മനസ്സിലാവും. which in turn means that how much load the pile can take. ഓക്കെ, അപ്പോൾ ഡൈനാമിക് ഫോർമുല ഞാൻ തീരെ വായിച്ചു പോകും, എന്നിട്ട് ഇക്വേഷൻ വേണം ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. The ultimate load capacity formulas are based on the principle that the resistance of the pile to further penetration by driving depends upon the energy. Further penetration by driving depends upon the energy imparted to the pile by the hammer. It is assumed that the load carrying capacity of the pile is equal to the dynamic resistance during driving. അതായത് ഒരു പൈല് ഡ്രൈവ് ചെയ്യാൻ അകത്തോട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് എത്രയാണോ ആ റെസിസ്റ്റൻസിനെ വെച്ചിട്ട് നമുക്ക് അതിന് എത്രത്തോളം ലോഡ് താങ്ങാൻ പറ്റുമെന്ന് മനസ്സിലാവും. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. The dynamic loads are not much reliable. Okay, the dynamic formulas are not much reliable. ഓക്കെ, പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഡൈനാമിക് ഫോർമുല എന്ന് പറയുന്നതാണ് ഹേലീസ് ഫോർമുല. ഈ ഹേലീസ് ഫോർമുലയ്ക്കകത്തുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് WH ഇൻറ്റു NB NH ഡിവൈഡഡ് ബൈ S+C/2. ഇതിനകത്തുള്ള ഏതൊക്കെ ടേംസ് അതിന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഈ W എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി ഹാമറാണ്. അതായത് നമ്മൾ ഈ പറയുന്ന പൈലിനെ താഴോട്ട് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാമറിൻ്റെ വെയിറ്റ്. H എന്ന് പറയുന്നത് ഈ ഹാമർ എത്രത്തോളം ഹൈറ്റിൽ നിന്നാണ് ഈ പൈലിൻ്റെ മുകളിൽ ഫോൾ ചെയ്യുന്നത്. അതായത് എനർജി ഇമ്പാർട്ടഡ് ഓൺ ദ പൈൽ എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റ് ഓഫ് ഇതായിരിക്കുമല്ലോ, നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയാണ് ഹാമറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് കൺസിഡർ ചെയ്താൽ മതി. വിച്ച് ഇസ് MGH. MG എന്ന് പറയുന്ന വെയിറ്റ്, H എന്ന് പറയുന്ന ഹൈറ്റ്. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ എനർജിയാണ് പൈലിൻ്റെ മുകളിൽ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് മറ്റേ ETA-B എന്ന് പറയുന്നത് ഇത് എഫിഷ്യൻസി ഓഫ് ഓഫ് ദ ഹാമർ ബ്ലോ. പിന്നെ ETA-H എന്ന് പറയുന്നത് എന്തോ ഫ്ലോയിലങ്ങ് മറന്നുപോയി. ETA-H എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് ദ പൈൽ ഹാമർ. അതായത് ഈ ഹാമറിന് എത്രത്തോളം എന്തായിരുന്നു എഫക്റ്റീവായിട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു ഈ പറയുന്ന അതിനാണ് എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ എന്ന് പറയുന്നത്. ഓരോ ബ്ലോയിൽ എത്രത്തോളം എനർജി ട്രാൻസ്ഫർ ആവുന്നു, പിന്നെ ആ ഹാമർ എത്രത്തോളം എഫിഷ്യൻ്റാണ് ഈ പറയുന്ന ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനും. അതാണ് ഈ പറയുന്ന ETA-Bയും ETA-Hഉം ഈ ടേമിലുള്ള ETA-Bയും ETA-Hഉം ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ S എന്ന് പറയുന്നത് ഈ പറയുന്ന നോക്കി പറയാം പെനിട്രേഷൻ പെർ ബ്ലോ. അതായത് ഒരു ബ്ലോ ഇതിന് മുകളിൽ അല്ലെങ്കിൽ ഒരു ഹാമർ ഒരു പ്രാവശ്യം ഇടിക്കുമ്പോൾ എത്രത്തോളം അത് താഴോട്ട് പോകും അതിനാണ് ഇത് S എന്ന് പറഞ്ഞ ടേമിൽ ഡിനോട്ട് ചെയ്യാം. പിന്നെ C എന്ന് പറയുന്ന ടേം സം ഓഫ് ദി ടെമ്പററി എലാസ്റ്റിക് കംപ്രഷൻ ഓഫ് ദ പൈൽ, ഡോളി, പാക്കിംഗ് ആൻഡ് ദ ഗ്രൗണ്ട്സ്. അതായത് ഇത് എത്രത്തോളം ഓരോ ബ്ലോയിലും ഇത് താഴോട്ട് പോകുന്നത് കൂടാതെ, അതായത് പെനിട്രേഷൻ ഓഫ് ദ പൈൽ, അതാണ് ഇവർ S എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഗ്യാപ്പ് ഒരു ബ്ലോ അടിക്കുമ്പോൾ ഈ വരുന്ന പൈൽ താഴോട്ട്. ഓക്കെ, പിന്നെ ഈ C എന്ന് പറയുന്ന
ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് അടിക്കുന്ന സമയത്ത് ഈ ഹാമർ താഴെ മാത്രമല്ല ഒരു ലോഡ് ഇമ്പാക്ട് ലോഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ പൈൽ അല്ലെങ്കിൽ ഈ പാക്കിംഗ് അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ള ഹെൽമെറ്റ് അല്ലെങ്കിൽ ഡോളി ഇതിലേതെങ്കിലും ഇതിലുള്ള സാധനങ്ങൾക്കൊക്കെ ഇച്ചിരി കംപ്രഷൻ ഉണ്ടാവും. അതായത് ഒരു മെറ്റീരിയലിന് മുകളിൽ ലോഡ് ഇമ്പാർട്ട് ചെയ്യാൻ പോയാൽ അത് മൂവ് ചെയ്യുന്ന മാത്രമല്ല അത് ഇച്ചിരി ഒന്ന് ഷ്രിങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലോഡ് കാരണം ഇമ്പാക്റ്റ് കാരണം ഒന്ന് കംപ്രസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ആ കംപ്രസ് ചെയ്യുന്ന വാല്യൂ ആണ് അവർ സി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഒരു പൈലിൻ്റെ മുകളിൽ നമ്മൾ പാക്കിംഗ് വെക്കും, അല്ലെങ്കിൽ ഈ ലോഡ് പൈലിൻ്റെ മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയൽ. അതിന് മുകളിൽ നമ്മൾ ഹെൽമെറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റൽ പീസ് വെക്കും. അതിൻ്റെ മുകളിലാണ് ഡോളി വെക്കുന്നത്. ഈ ഡോളിയുടെ മുകളിലായിരിക്കും ഹാമറിൻ്റെ ബ്ലോ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഇക്വേഷൻ്റെ ടേംസ് ഇപ്പോൾ ഏകദേശം ലൈക്ക് മോർലെസ് സിമ്പിളാണ് റിലേറ്റീവ്ലി. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ടേംസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാവും. പിന്നെ അതിനുള്ള ബാക്കി കാര്യങ്ങൾ. Efficiency of hammer blow depends upon the weight of the hammer, eta b ഡയറാണ്, weight of the hammer, weight of the pile, anvil and the helmet follower. Anvil and the helmet follower എന്ന് പറയുമ്പോഴത്തേക്കും weight of the pile ഈ ഭാഗമാണ്, അതായത് ഈ ഡോളി ഹെൽമെറ്റ് പാക്കിംഗ് ഈ സാധനങ്ങളുടെ വെയിറ്റ്. അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഹാമർ ബ്ലോവിൻ്റെ എഫിഷ്യൻസി ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ വേറെ മെറ്റീരിയൽ നമ്മൾ ഇടിക്കുന്ന സമയത്ത് അതിൽ എത്രത്തോളം എനർജി അതിൽ ട്രാൻസ്ഫർ ആകുന്നു, പിന്നെ എത്രത്തോളം എനർജി അതിൽ ഇമ്പാക്റ്റ് ചെയ്ത് തിരിച്ച് റീബൗണ്ട് ചെയ്ത് പോകാൻ വേണ്ടി. ഇപ്പോൾ ഒരു ബോൾ നമ്മൾ ഭിത്തിയിലോട്ട് എറിയാൻ പോയാൽ സം എമൗണ്ട് ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫർഡ് ഫ്രം ദറ്റ് ബോൾ ടു ദി വാൾ ആൻഡ് സം എമൗണ്ട് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഫോർ റിട്ടേണിങ് ദ ബോൾ ബാക്ക്. ഫോർ എക്സാമ്പിൾ, ഒരു റബ്ബർ ബോൾ ഒരു സാധനത്തിന് മുകളിൽ ഇടിക്കുന്ന പോലെ അല്ലല്ലോ നമ്മളൊരു മെറ്റൽ പീസ് ഒരു സാധനത്തിന് മുകളിലോട്ട് എറിയുമ്പോൾ വരുന്നത്. റബ്ബർ ബോൾ തിരിച്ചു വരും, മെറ്റൽ പീസ് അത്രയും തിരിച്ചു വരത്തില്ല. അതെല്ലാം ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. അപ്പം ഈറ്റ ബി കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ഹാമർ ഈസ് ഗ്രേറ്റർ ദാൻ ഇ ഇൻറ്റു പി. ഇ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷനും പി എന്ന് പറയുന്നത് ഇതുമാണ് വെയിറ്റ് ഓഫ് ദി ആൻവിൽ, മറ്റേ ഹെൽമെറ്റും മറ്റേ ഡോളി അങ്ങനത്തെ സാധനങ്ങളുടെ. ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? അതായത് എപ്പോഴും ഓർത്താൽ മതി, ഇതിനകത്ത് മെയിൻലി കൺസിഡർ ചെയ്യുന്ന രണ്ടു സാധനങ്ങളൊന്നാണ് വെയിറ്റ് ഓഫ് ദി ഹാമർ, വെയിറ്റ് ഓഫ് ദി പൈൽ, വെയിറ്റ് ഓഫ് ദി ഹെൽമെറ്റ്, ഡോളി. അപ്പോൾ ഈ മൂന്നെണ്ണം ഒന്നിച്ചായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതായിരിക്കും പി എന്ന് പറഞ്ഞ ടേമിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെയുള്ള ടേം എന്ന് പറഞ്ഞാൽ എസ്, അതിൽ എത്രത്തോളം ഒരു പൈൽ ഇടിച്ച് കഴിഞ്ഞപ്പോൾ താഴോട്ട് പോയി. സി എന്ന് പറയുന്നത് അതിൽ എത്രത്തോളം കംപ്രഷൻ ഉണ്ടായി. സിഗ്മ എച്ചും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു, തരേണ്ടതാണ്, അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. ഓക്കെ, പിന്നെ സിഗ്മ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇഫ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഇ പി ആണെങ്കിൽ ഡബ്ല്യു പ്ലസ് ഇ സ്ക്വയർ പി ഡിവൈഡ് ബൈ ഡബ്ല്യു പ്ലസ് പി. ഇപ്പോൾ ഡബ്ല്യു ലെസ് ദാൻ ഇ പി ആണെങ്കിൽ ഈറ്റ ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ഇ സ്ക്വയർ ബി ബൈ ഡബ്ല്യു പ്ലസ് പി, ആ ഫസ്റ്റ് ടേമിലുള്ള സെയിം സാധനങ്ങൾ, മൈനസ് ഡബ്ല്യു മൈനസ് ഇ പി ഡിവൈഡഡ് ബൈ ഡബ്ല്യു പ്ലസ് പി ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് ഇക്വേഷൻ. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഈറ്റ എച്ച് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് പൈൽ ഹാമറാണ്. എസ് എന്ന് പറയുന്നത് പെനിട്രേഷൻ പെർ ബ്ലോ ഓർ ഫൈനൽ സെറ്റ്, ഒരു ബ്ലോയിൽ എത്രത്തോളം താഴും അല്ലെങ്കിൽ സെറ്റ് ആവും എന്നുള്ളത്. സി എന്ന് പറയുന്നത് സം ഓഫ് ടെമ്പററി എലാസ്റ്റിക് കംപ്രഷൻ ഓഫ് പൈൽ, ഡോളി, പാക്കിങ്സ് ആൻഡ് ഗ്രൗണ്ട്. അതായത് ഈ പറയുന്ന ടേം ഈ ഹാമർ ഇടിക്കുന്ന സമയത്ത് ഹാമർ ഇടിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് ഹാമർ ഇടിക്കുന്ന ഡോളിയുടെ മുകളിൽ അതിൽ നിന്നുള്ള മറ്റേ ഹെൽമെറ്റിന് മുകളിൽ ട്രാൻസ്ഫർ ആവും, അതിൽ നിന്ന് കുറച്ച് ലോഡ് പാക്കിൻ്റെ മുകളിൽ ട്രാൻസ്ഫർ ആവും, അതിൽ നിന്നുള്ള ലോഡ് പൈലിൻ്റെ മുകളിൽ ട്രാൻസ്ഫർ ആവും. അപ്പം ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ മെമ്പേഴ്സൊക്കെ കുറച്ചായിട്ട് കംപ്രസ് ആവും. അപ്പോൾ ആ കംപ്രസ് ആവുന്ന വാല്യൂസിനെയാണ് കംപ്രസ് ആവുന്ന എത്രയാണോ, ഈ ഓരോരോ സാധനങ്ങൾ കംപ്രസ് ആവുന്ന എത്രയാണോ ആ കംപ്രസ് ആവുന്ന അളവാണ് സി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻസ് ഉണ്ട്. C1, C2, C3 എന്ന് പറയുന്നത്. where C1 is the temporary compression of the dolly and the packing. അതിൻ്റെ വാല്യൂ 1.77 into R/A. when the driving is without dolly, with a short dolly ആണെങ്കിൽ 9.05 R/A. C2 ആണ് temporary compression of pipe, which is equal to 0.657 into RLD divided by A. Terms R എന്ന് പറയുന്നത് pile resistance, LD എന്ന് പറയുന്നത് length of the pile, RL divided by D ഇല്ല, കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത്. A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ പൈൽ. പിന്നെ ടെമ്പററി കംപ്രഷൻ ഓഫ് ഗ്രൗണ്ട്, അതായത് ഒരു മണ്ണ് വെച്ചാൽ ചെറുതായിട്ട് കംപ്രസ് ചെയ്യും, അത് സെറ്റിൽമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തില്ല. മെറ്റീരിയൽ കംപ്രഷൻ അല്ലെങ്കിൽ സോയിൽ എന്ന് പറഞ്ഞ മെറ്റീരിയലിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കംപ്രഷൻ ഉണ്ടാകുന്ന സമയത്താണ് ഈ കംപ്രഷൻ ഓഫ് ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3.5 into R/A എന്ന് പറഞ്ഞെടുക്കും. പക്ഷേ ഈ മൂന്ന് ഇക്വേഷൻ C1, C2, C3 എന്നുള്ളത് യൂണിവേഴ്സിറ്റിക്ക് പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ്റെ അകത്ത്
നമ്മൾ നേരത്തെ S+C/2 എന്ന ടേം പറഞ്ഞില്ലേ, ആ സിയുടെ വാല്യൂ തന്നിട്ടുണ്ടാവും. E is equal to 0.25 strike on a well-conditioned driving cap and the helmet with hard wood on RCC pile. E is equal to 0.4 for cast iron ram of single acting or deep hammer striking on the head of the RCC pile. അപ്പം ഓരോരോ ടൈപ്പ് ഓഫ് E is equal to 0.5 for steel ram of double acting hammer striking on a steel anvil and driving on a RCC pile. അപ്പം ഓരോരോ മെറ്റീരിയലിൻ്റെ മുകളിൽ ഇടിക്കുന്ന സമയത്തുള്ള ഈ വാല്യൂവിൻ്റെ വേരിയേഷനാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഇതും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. E is equal to 0 for a deteriorated condition of the head pile. പ്രോബ്ലം. ഓക്കെ, ഇത് അസൈൻമെൻറ്റ് ചെയ്തേക്കുന്ന പ്രോബ്ലം ആയതുകൊണ്ട് അതിനകത്ത് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്യുന്നില്ല, ബിക്കോസ് അത് വരാനേ ചാൻസ് കുറവാണ്, ചുമ്മാ മെനക്കെടുത്തേ ഉള്ളൂ, ടൈം പോത്തേ ഉള്ളൂ. അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ. RCC pile 30 cm by 30 cm in section 20 meter long weighs 6.8 tons. ഇതെന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ പൈലാണ്, ഇൻക്ലൂഡിംഗ് ദ ക്യാപ്പ്. ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ എ ഹാമർ വെയിങ് 4 tons. ഇത് വെയിറ്റ് ഓഫ് ദി ഹാമർ. ഫോളിംഗ് ഫ്രീലി ത്രൂ എ ഹൈറ്റ് 1 meter. H എന്ന് പറഞ്ഞ ടേമാണ് 1 meter. The penetration of the pile for the last 10 blows is 6 cm. ഈ 6 cm എന്ന് പറയുന്നതാണ് S വാല്യൂ. The efficiency of a hammer is 100%. അപ്പം ηH എന്ന് പറയുന്നത് 100 ആണെന്ന് വന്നിട്ടുണ്ട്. The coefficient of restitution is equal to 0.4. Eൻ്റെ വാല്യൂ 0.4. The total elastic compression of a pile is 2.5 cm. അതായത് C വാല്യൂ വന്നിട്ടുണ്ട് 2.5 cm ആണ്. What is ultimate load carrying capacity of the pile? QU is equal to WH into ηB into ηH divided by S+C/2. W തന്നിട്ടുണ്ട്, H തന്നിട്ടുണ്ട്, S തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്, പിന്നെ ηH തന്നിട്ടുണ്ട് 100%. അപ്പോൾ 1 എന്നങ്ങ് എഴുതാം. പിന്നെ കാൽക്കൂടി കണ്ടുപിടിക്കാനുള്ളത് ηB ആണ്. ηBയുടെ ഇക്വേഷൻ അറിയാം. ഇഫ് W ഗ്രേറ്റർ ദാൻ EP. അപ്പം ഈ P എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി പൈൽ പ്ലസ് ക്യാപ്പ് എന്ന് പറഞ്ഞു, അതാണ് തന്നേക്കുന്ന വെയിറ്റ്. അതായത് 7.8 ടൺസ് ആണ് ഈ പറയുന്ന P. അപ്പോൾ E ഇൻറ്റു P ഈസ് ഗ്രേറ്റർ ദാൻ W ആണെങ്കിൽ, സോറി, ഇഫ് W ഇസ് ഗ്രേറ്റർ ദാൻ EP ആണെങ്കിൽ W പ്ലസ്, ഞാൻ ചുമ്മാ ഇക്വേഷൻ പറഞ്ഞ് ബോർഡ് അടിപ്പിക്കുന്നില്ല, ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യും. അതുപോലെ മറ്റേ കേസിലാണെങ്കിൽ മറ്റേ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ആ 2 ഇക്വേഷൻ പഠിക്കണം. അതായത് ഈ 2 ഇക്വേഷൻ, ഒരു മിനിറ്റ്, ഈ 2 ഇക്വേഷൻ, ഇഫ് W ഗ്രേറ്റർ ദാൻ EP ആണെങ്കിൽ W പ്ലസ് E²P, ഞാൻ പിന്നെ പറഞ്ഞ് ബോർഡ് അടിപ്പിക്കുന്നില്ല, ഈ 2 ഇക്വേഷൻ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വെയിറ്റ് ഓഫ് ദ ഹാമർ എപ്പോഴും കിലോ ന്യൂട്ടണിലായിരിക്കും. അപ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന വാല്യൂ കിലോ ന്യൂട്ടണിലായിരിക്കും. H എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലായിരിക്കും കൊടുക്കുന്നത്, എസും സെൻറ്റിമീറ്ററിലായിരിക്കും, സിയും സെൻറ്റിമീറ്ററിലായിരിക്കും. ഇപ്പോൾ യൂണിറ്റ് യൂസ് ഓർത്തോണം, ഈ 2 എണ്ണവും ഈ H എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലായിരിക്കും. എന്നാലേ ഇത് രണ്ടും കട്ടായി പോകത്തുള്ളൂ. സച്ച് ദാറ്റ് നമുക്ക് കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് തന്നെ, അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ലോഡ് തന്നെ ഇവിടെ QUന് കിട്ടും. അത് മറക്കാതെ ഓർത്തോണം. യൂണിറ്റ്സ് മീറ്റർ അല്ല, സെൻറ്റിമീറ്ററാണ്. ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ വാല്യൂസ് തന്നെ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ പൈൽ തന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് ദ പൈൽ പ്ലസ് ക്യാപ്പ്. ഈ വെയിറ്റ് ഓഫ് ദ പൈൽ പ്ലസ് ക്യാപ്പാണ് നമ്മൾ P ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ηH എല്ലാം തന്നിട്ടുണ്ട്. E is equal to 0.4, C is equal to 2.5, S is equal to 6 cm divided by 10. അതെങ്ങനെ എന്താ എടുത്തേക്കുന്നതെന്ന് നോക്കട്ടെ. ഓക്കെ, അതന്നെ. ഓക്കെ, 6 cm 10 ബ്ലോസിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലോയിലുണ്ടായിരിക്കുന്ന ഇത് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ പെനിട്രേഷൻ എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ 10 അല്ലേ, അതുകൊണ്ട് 0.6 ആണ് പെർ ബ്ലോയിലുണ്ടായിരുന്ന സെറ്റിൽമെൻറ്റ്. അപ്പോൾ നമ്മൾ S എന്ന് പറയുന്നത് പെർ ബ്ലോയിൻ്റെ കേസിലാണ് എടുക്കാൻ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഒരു ബ്ലോയിന് എത്രത്തോളം സെറ്റിൽമെൻറ്റ് ഉണ്ടാവും, അതാണ് നേരത്തെ നമ്മൾ ഇക്വേഷനകത്ത് യൂസ് ചെയ്യുന്നത് S. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടേമിൽ നിന്ന് ആദ്യം കണ്ടുപിടിക്കുന്നത് ηB. പിന്നെ ഈ ടണ്ണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്തിനാ? ഓക്കെ, 7.8 ടൺസ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കിലോ ന്യൂട്ടണിലോട്ട് മാറ്റണം. ഒരു ടൺ എന്ന് പറയുന്നത് 9.81 കിലോ ന്യൂട്ടനാണ്. ബിക്കോസ് 1 ടൺ ഇസ് ഈക്വൽ ടു 1000 kg. 1 kg ഇസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. അപ്പം 1 ടൺ എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ഇൻറ്റു 10⁻3. അപ്പം 9.8 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1 ടൺ ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ എന്ന് എടുക്കാം. ഓക്കെ, പിന്നെ ബാക്കി ചെയ്തു പോകാം.
പിന്നെ ഈറ്റ ബിയുടെ കണ്ടുപിടിക്കാം. ഇതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം എന്തുവായിരുന്നു, ഡബ്ല്യൂൻ്റെ വാല്യൂ 40 കിലോ ന്യൂട്ടൺ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇ ഇൻറ്റു പി എന്ന് പറയുന്നത് 30 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഇ ഇൻറ്റു പി ആണ്. അതുകൊണ്ട് എഫിഷ്യൻസി ഓഫ് ബ്ലോ ഈസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ഇ സ്ക്വയർ പി ഡിവൈഡ് ബൈ ഡബ്ല്യു പി. മിക്കവാറും ഈ ഇക്വേഷൻ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ, മറ്റത് വരാൻ ചാൻസ് കുറവാണ്. അപ്പം അങ്ങനെ ആ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈറ്റ ബിയുടെ വാല്യൂ കിട്ടും, വിച്ച് ഇസ് 0.4478. ഈ ഡബ്ല്യുവും ഇ സ്ക്വയറും പിയും ഇതെല്ലാം നമുക്കുള്ള വാല്യൂസാണ്. ഡബ്ല്യു ഇയുടെ വാല്യൂ 0.4 എന്ന് തന്നിട്ടുണ്ട്, പിൻ്റെ വാല്യൂ 7.8 എന്ന് തന്നിട്ടുണ്ട്. 7.8 കിലോ ന്യൂട്ടൺ ആണെന്ന് തോന്നുന്നു. അത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എത്രയാണ്, 7.68 ടൺസ് എന്നാണ്. അപ്പം നമ്മളതിനെ ഒരു ടൺ എന്ന് പറയുന്നത് 10 കിലോ ന്യൂട്ടൺ എന്നാണ് ഇതിൽ അസ്യൂം ചെയ്തു. 9.8 ആണ് റഫ്ലി 10 എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ 7.68 ടൺസ് എന്ന് പറയുന്നത് 76.8 കിലോ ന്യൂട്ടൺ ആയിരിക്കുമല്ലോ. അങ്ങനെയാണ് നമുക്ക് ഈ 76.8 കിട്ടിയത്. ഡൗട്ടാണ്. അവസാനം ക്യൂവിൻ്റെ വാല്യൂവിൻ്റെ അതുകൊണ്ട് ഇത് ഇക്വേഷൻസിലുള്ള എല്ലാ ടേംസും കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്താൽ മതി. അപ്പം നമുക്ക് ഈറ്റ ബി അറിയും 0.448. ഈറ്റ H1 ആണ്, അത് നമ്മളിവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈറ്റ H1 ആണ്. ഹെച്ചിൻ്റെ വാല്യൂ, അതായത് ഡ്രോപ്പ് ഓഫ് ഹാമർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്, അതുകൊണ്ട് 100 എന്ന് കൊടുത്തു. 40 കിലോ ന്യൂട്ടൺ ആണ് വെയിറ്റ് ഓഫ് ദി ഹാമർ. എസിൻ്റെ വാല്യൂ സിൻ്റെ വാല്യൂ നമുക്കറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും QU ഓർ ദ ലോഡ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ബൈ ദ പൈൽ എന്ന് പറയുന്നത് 968.22 കിലോ ന്യൂട്ടൺ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. 40 by 40 സെൻറ്റിമീറ്റർ റെയിൻഫോഴ്സ് കോൺക്രീറ്റ് പൈൽ 20 മീറ്റർ ലോങ്. ലെങ്ത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ ക്വസ്റ്റ്യന്, അതുകൊണ്ടാണ് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. is driven through a loose soil sand and then into dense gravel to final settlement of 3 mm per blow. 3 mm per blow എന്ന് പറയുമ്പോഴത്തേക്കും 0.3 centimeter per blow ആണ്. Using a 30 kilo Newton single acting hammer with a stroke of 1.5. 30 kilo Newton weight of the hammer, stroke of 1.5 meters എന്ന് പറയുമ്പോഴത്തേക്കും 150 centimeter ആണ് height of hammer വരുന്നത്. Determine the ultimate driving distance of the pile if it is fitted with a helmet, plastic dolly and 50 mm planking on the top of the pile. The weight of the helmet and the dolly is 4 kN. അതായത് ഈ പറയുന്ന പൈലിൻ്റെ മുകളിലുള്ള ഹെൽമെറ്റിൻ്റെ ഡോളിയുടെ വെയിറ്റ് 4 kN ആണ്. ദി അതർ ഡീറ്റെയിൽസ് ഇസ് ദ വെയിറ്റ് ഓഫ് ദ പൈൽ എന്ന് പറയുന്നത് 74 kN ആണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഈ പി എന്ന് പറഞ്ഞ ആ ടേമിനകത്ത് യൂസ് ചെയ്യുന്ന പീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 74 kN പ്ലസ് 4 kN ആണ്. പിന്നെ വെയിറ്റ് ഓഫ് ഹാമർ 30 kN. പൈൽ ഹാമർ എഫിഷ്യൻസി എന്ന് പറയുന്നത് 0.8 ആണ്. ഈറ്റ H 0.8. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0.4. അപ്പോൾ ഇത് സീൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 19.6 mm വിച്ച് ഇസ് 1.96 centimeter. അപ്പോൾ നമുക്ക് ആദ്യം ഇതാ കണ്ടുപിടിക്കേണ്ടത്. ഡബ്ല്യു ഉണ്ട്, എച്ച് ഉണ്ട്. ക്വസ്റ്റ്യൻ തന്ന ടേംസ് അറിയാം. ഡബ്ല്യു ഉണ്ട്, എച്ച് ഉണ്ട്. 1.5 മീറ്റർ സെൻറ്റിമീറ്ററിലോട്ട് ആക്കണം. അപ്പോൾ 150. എസ് എന്ന് പറയുന്നത് 3 mm ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.3 centimeter. പീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് പൈൽ പ്ലസ് ഹെൽമെറ്റ് പ്ലസ് ഡോളിയാണ്. അതായത് 74 പ്ലസ് 4 78 kN ആണ്. പിന്നെ സീൻ്റെ വാല്യൂ മീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിനിപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനകത്ത് ഇല്ലാത്ത ടേം പറയുന്നത് എഫിഷ്യൻസി ഓഫ് ബ്ലോ ആണ്. എഫിഷ്യൻസി ഓഫ് ബ്ലോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഇ പി ആണോ ഡബ്ല്യു ലെസ് ദാൻ ഇ പി ആണോ കണ്ടുപിടിക്കണം. നമ്മൾ ഈ ക്വസ്റ്റനകത്ത് കണ്ടപ്പോൾ ഡബ്ല്യു ലെസ് ദാൻ ഇ പി എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ്റെ അകത്ത് നേരെ ടേംസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും ഈറ്റ ബിയുടെ വാല്യൂ 0.393. അപ്പം ലോഡ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ബൈ പൈലിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഡബ്ല്യു വെയിറ്റ് ഓഫ് ഹാമർ 30 എന്നറിയാം. ഇത് ഹൈറ്റ് ഓഫ് ഫോള് 150 centimeter എന്നറിയാം. ഈറ്റ എച്ചും അറിയാം, ഈറ്റ ബിയും അറിയാം. അപ്പോൾ അതും പിന്നെ എസിൻ്റെ വാല്യൂ 0.3 എന്നും പിന്നെ സീൻ്റെ വാല്യൂ 1.96 centimeter by 2 എന്ന് അറിയാം. അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1105.31 kN എന്ന് കിട്ടും. ഓക്കെ, ഫെയർലി സിമ്പിളാണ്, അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനും സെയിം സ്റ്റെപ്സ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ജസ്റ്റ് വേറൊരു ഡിഫറൻസ് ഉള്ളത്, വാട്ട് ഇസ് എ അലോവബിൾ ലോഡ് ഓൺ ദ പൈൽ വിത്ത് എ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2. അപ്പോൾ ലോഡ് ഓൺ ദ പൈൽ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്സ് വെച്ച് തന്നെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാനത് കൂടുതൽ ഇത് ചെയ്യുന്നില്ല. എന്തായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കട്ടെ. RCC pile weighing 30 kN including helmet and dolly is driven by a drop hammer weighing 30 kN with an effective fall of 0.9.
ഓക്കെ, എഫക്റ്റീവ് ഫോൾ 0.9 തന്നിട്ടുണ്ട്. അപ്പോൾ ഫോൾ ഹൈറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ദ ആവറേജ് പെനിട്രേഷൻ പെർ ബ്ലോ ഇസ് 15 mm, അതായത് 1.5 cm. ദ ടോട്ടൽ ടെമ്പററി എലാസ്റ്റിക് കംപ്രഷൻ ഓഫ് ദ പൈൽ ക്യാപ്പ് ആൻഡ് സോയിൽ മേ ബി ടേക്കൺ ആസ് സീൻ്റെ വാല്യൂ ആണ് 18 mm, വിച്ച് ഇസ് 1.8 cm. സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യാൻ എപ്പോഴും ഓർത്തോണം. കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇസ് 0.36. വാട്ട് ഇസ് അലൗബിൾ ലോഡ്? അപ്പം എഫക്റ്റീവ് ഫോൾ അറിയാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിനകത്ത് വേറെ ഈറ്റ വാല്യൂ അവർ 1 തന്നെ എടുത്തേക്കുന്നത്. ഓക്കെ, ഈറ്റ തരാത്തതുകൊണ്ട് തന്നെ 1 തന്നെ എടുത്താൽ മതി. ബാക്കി എല്ലാം സെയിം ആണ്, നേരത്തെ പ്രോബ്ലം തന്നെ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കഴിയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മതി. ഇത് KTU നോട്ട്സിൻ്റെ മൊഡ്യൂൾ 5 പ്രോബ്ലമാണ്. ഓക്കെ, പിന്നെ അലൗബിൾ ലോഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് പൈലിന് താങ്ങാൻ പറ്റുന്ന ലോഡ് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. നമ്മൾ എപ്പോഴും ചെയ്ത പോലെ തന്നെ ലോഡ് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിരിക്കും അലൗബിൾ ലോഡ് അല്ലെങ്കിൽ സേഫ് ലോഡ്. സെയിം രീതിയിലാണ് അടുത്ത പ്രോബ്ലം തോന്നുന്നു. നമുക്ക് ഈ തന്നേക്കുന്ന വാല്യൂ ഉണ്ട്. P തന്നിട്ടുണ്ട്, W തന്നിട്ടുണ്ട്, H തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡ്രോപ്പ് ഹാമർ വെയിങ് 13 ഹാവിങ് എഫക്റ്റീവ് ഫോൾ ഓഫ് 0.8. H 0.8 തന്നിട്ടുണ്ട്. ഹാമറിൻ്റെ എഫിഷ്യൻസി തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് 1 എന്ന് പറഞ്ഞ് എടുക്കുമെന്ന് തോന്നുന്നു. അതെ, ഹാമറിൻ്റെ എഫിഷ്യൻസി 1 തന്നിട്ടില്ല. തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ഞാനിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ പിന്നെ പറയുന്നില്ല, ജസ്റ്റ് നോക്കാനുള്ളേ ഉള്ളൂ. പിന്നെ അടുത്തിട്ട് മോഡിഫൈഡ് ഹേലീസ് ഫോമുല, അതായത് ഈ ഹേലി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഈ ഡൈനാമിക് ഫോമുല കണ്ടുപിടിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കി അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് ബേസ്ഡ് ഓൺ ഹിസ് അപ്രോച്ച്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം. ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും തന്നിട്ടില്ല. These are based on the laws governing the impact of elastic body. The input energy of the hammer blow is equated to the work done in overcoming the resistance of the ground to the penetration of the pile. Allowance is made for the losses of energy due to elastic contraction of the pile cap and subsoil, and also losses due to inertia of the pile. Okay. These are based on the laws governing the impact of the elastic bodies. The input energy of the hammer blow is equated to the work done in overcoming the resistance on the ground of penetration of pile. പക്ഷേ സെയിം ഇക്വേഷൻ തന്നെ എനിക്കൊന്ന് അവർക്ക് തെറ്റിയതാണ്. പക്ഷേ ഇതല്ലാതെ വേറൊരു ഇക്വേഷനിലും ഉണ്ട്. പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. എന്തായാലും ഇതിൻ്റെ നോട്ടിന് തന്നിട്ടില്ല. പക്ഷേ ഈ മോഡിഫൈഡ് ഹേലീസ് ഇക്വേഷൻ എന്ന് പറയുന്നതായിരുന്നു നമ്മൾ ആക്ച്വലി ആദ്യം പഠിച്ചത്. ആക്ച്വൽ ഹേലീസ് ഇക്വേഷൻ നമ്മളിപ്പോൾ ഇത്ര നേരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോഡിഫൈഡ് ഹേലീസ് ഇക്വേഷൻ ആയിരുന്നു. ബട്ട് ആക്ച്വൽ ഹേലീസ് ഇക്വേഷൻ ആക്ച്വൽ ഹേലീസ് ഇക്വേഷൻ എന്ന് പറയുന്നത് WH ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻറ്റു S+C ആയിരുന്നു. ഓക്കെ, ഇതായിരുന്നു ആക്ച്വൽ ഹേലീസ് ഇക്വേഷൻ. നമ്മൾ ഇത്ര നേരം പഠിച്ച് യൂസ് ചെയ്തതായിരുന്നു മോഡിഫൈഡ് ഹേലീസ് ഇക്വേഷൻ. ഓക്കെ, പക്ഷേ മോഡിഫൈഡ് ഹേലീസ് ഇക്വേഷൻ മാത്രമേ സിലബസിലുള്ളൂ എന്ന് തോന്നുന്നു. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും പ്രോബ്ലം തന്നിട്ടില്ല, പിന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പിന്നെ നിങ്ങളതിനെപ്പറ്റി ബോധമുണ്ട്. ജസ്റ്റ് ഈ ടേം കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഹേലീസ് ഫോമുല തന്നേക്കുന്നത് മോഡിഫൈഡ്, ഈ കൊടുത്തേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡിഫൈഡ് ഹേലീസ് ഇക്വേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ WH/F × S+C ആണ് ഹേലീസ് ഫോമുല എന്ന് പറഞ്ഞ ആക്ച്വൽ പ്രോപ്പർ ഫോമുല. നിങ്ങളതിനെപ്പറ്റി ബോധമുണ്ട്. ഇപ്പോൾ പഠിപ്പിച്ചിരിക്കുന്ന അത്രയും ഭാഗം മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. ആ ഇക്വേഷൻ ഒരു പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞാലും മതി. എന്നിട്ട് സ്കിപ്പ് ചെയ്തു. പിന്നെ അടുത്തത് തന്നെ പൈൽ ഗ്രൂപ്പ്സാണ്. ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ടേക്കാം.